ഹായ് ഓൾ. ഇൻ്റർവ്യൂ അനുഭവങ്ങൾ. ഇൻ്റർവ്യൂവിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2025 ഇൻ്റർവ്യൂവിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും നമ്മുടെ വീഡിയോസ് കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. വളരെ നന്ദി. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഏവർക്കും നമ്മുടെ PSC ലൈവ് ടോക്സ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർ വ്യത്യസ്ത പ്രകൃതം ഉള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ അവരെ ഒരുപോലെ പരിഗണിക്കുമോ അതോ അവരെ വ്യത്യസ്തമായ രീതിയിൽ അവർ വരുന്ന ഒരു ചുറ്റുപാടിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുമോ? ഈ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിന് ചോദിച്ചതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായും അവിടെ നിന്നുള്ള കുട്ടികൾ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് ഉള്ളവരായിരിക്കും. ചുറ്റുപാടുകൾ ചിലപ്പോൾ വളരെ മോശമായതായിരിക്കാം, ചിലപ്പോൾ നല്ല ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളും നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഞാൻ തന്നെ പഠിപ്പിച്ചിരുന്നപ്പോൾ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൂലിപ്പണിക്കാരായ അമ്മയുടെയും അച്ഛൻ്റെയും മക്കളുണ്ടായിരുന്നു. മാതാപിതാക്കൾ മരിച്ച കുട്ടികളുണ്ടായിരുന്നു. ഇത്തരം കുട്ടികളോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യം, മിക്ക വിദ്യാലയങ്ങളിലും പൊതുവിദ്യാലയങ്ങളിൽ ബംഗാളിൽ നിന്നും അതിഥി തൊഴിലാളികളായി എത്തുന്ന വ്യക്തികളുടെ മക്കൾ കൂടി ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണ് നമുക്ക് ലഭിക്കുക. മിക്ക ക്ലാസ്സുകളിലും ഇപ്പോൾ ഉണ്ട്. അപ്പം എല്ലാവരെയും ഒരുപോലെ തന്നെ നമ്മൾ പരിഗണിക്കണം. പലരും പല സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. പലർക്കും പല തരത്തിലുള്ള പഠനമാണ് നമ്മൾ കൊടുക്കേണ്ടത്, പഠന രീതികളാണ് കൊടുക്കേണ്ടത്. ആർക്കും തന്നെ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ക്ലാസ്. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠനത്തിനായി സ്വീകരിക്കുന്ന രീതികൾ വ്യത്യസ്തമായവ തന്നെ സ്വീകരിക്കണം. ചിലർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെയൊക്കെ മക്കൾക്ക് മലയാളം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല, അവർക്ക് വീട്ടിലായാലും അവരുടെ പാരൻസിന് മലയാളം ഒന്നും പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല. അപ്പം അതും നമ്മൾ പരിഗണിക്കണം. അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ളൊരു ക്ലാസ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ 7ാം ക്ലാസ് ഒരു കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. 6ൽ വന്ന് ചേർന്നൊരു കുട്ടിയാണ്, ബംഗാളി കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒന്നും തന്നെ അറിയില്ല. അപ്പം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മലയാളമൊക്കെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകം ക്ലാസ്സുകൾ ടീച്ചേഴ്സ് നൽകുന്നുണ്ട്. അവരെ മറ്റുള്ളവരോടൊപ്പം എത്തിക്കണം. അപ്പോൾ ഒരേപോലെ പരിഗണിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു നമ്മൾ തന്നെ ടീച്ചേഴ്സ് തന്നെ അതിനായിട്ടുള്ളൊരു മുൻകൈ എടുത്ത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സമയം കണ്ടെത്തി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് ഇതിനെ എനിക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു ഉത്തരം. മറ്റൊരു ചോദ്യം, സയൻസ് പഠനത്തിന് ഉപയോഗിക്കാവുന്ന 5 പഠന സാമഗ്രികൾ. അതൊരു സയൻസ് ബേസ്ഡ് ഡിഗ്രി ഒക്കെ എടുത്ത ഒരു ടീച്ചറോടാണെന്ന് തോന്നുന്നു ചോദിച്ചത്. സയൻസ് ക്ലാസ്സിൽ പ്രൈമറി ക്ലാസ്സുകളിൽ പരിസര പഠനത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് സയൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല. പരിസര പഠനത്തോടനുബന്ധിച്ച് പരിസരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ 4ാം ക്ലാസ് വരെ ഉണ്ട്. മണ്ണിൻ്റെ പരീക്ഷണങ്ങളൊക്കെ, മണ്ണിൽ വെള്ളം അടിയുന്ന പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രം. അങ്ങനെ നമുക്കത് ഉപയോഗിക്കുമ്പോൾ അത് സയൻസ് ആണോ സോഷ്യലാണോ എന്നിങ്ങനെ നമുക്ക് വേർതിരിച്ച് കഴിയാൻ അങ്ങനെയൊരു വ്യത്യാസം നമ്മുടെ 4 വരെയുള്ള ഒരു പാഠഭാഗങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പാഠഭാഗങ്ങളിൽ വരുന്ന ഏതെങ്കിലും 5 സാമഗ്രികൾ നമുക്ക് പറയാം. ഈ ടീച്ചർ ചോദ്യം ചോദിച്ചത് ഒരു സയൻസ് ഡിഗ്രി ഉള്ള ടീച്ചറോടായതുകൊണ്ട് ടീച്ചർ തീർച്ചയായിട്ടും UP ക്ലാസ്സിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. UP ക്ലാസ്സുകളിൽ ഒരുപാട് പഠന സാമഗ്രികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്ത ഒരു ചോദ്യം, ഒരു പ്രശ്നക്കാരനായ കുട്ടി പ്രൈമറി ക്ലാസ്സിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നൊരു ചോദ്യമാണ്. തീർച്ചയായും പ്രൈമറി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും
പ്രത്യേകിച്ച് 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അത്യാവശ്യം കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ ഒരിക്കലും എപ്പോഴും അടങ്ങിയിരിക്കുകയോ അങ്ങനെ വലിയ ക്ലാസ്സിലെ കുട്ടികളെ പോലെയല്ല. അതിൽ പ്രത്യേകിച്ചും ഒരു കുട്ടി, സ്പെഷ്യലി ഒരു കുട്ടി മാത്രം, മിക്കവാറും അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം. അല്ലാതെയുള്ള കുട്ടികളെല്ലാം തന്നെ മിക്കവാറും നമ്മൾ പറയുന്നതിനനുസരിച്ച് ഇരിക്കുന്ന കുട്ടികൾ തന്നെയാണ്. എന്നാൽ ചില കുട്ടികൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് എലമെന്റ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ലാസ്സുകളിൽ അടങ്ങിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളെ അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലകളെ അനുബന്ധിച്ചിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനൊരു കുട്ടി എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ആ കുട്ടി എന്ന് പറയുന്നത് ആൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്, പക്ഷെ ആ കുട്ടിക്ക് പുസ്തകങ്ങളോട് ഭയങ്കര ക്രേസാണ്. അപ്പം നമ്മൾ ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും. പാഠഭാഗം എടുത്തു കഴിഞ്ഞ് മറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിക്ക് അത്തരം ഒരു ആക്ടിവിറ്റി താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ആക്ടിവിറ്റി ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കാരണം അത് ചെയ്യും. മറ്റൊരു കുട്ടി ഇതുപോലെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി, ആ കുട്ടിക്ക് അറ്റൻഷൻ നമ്മൾ നൽകുകയാണെങ്കിൽ ആ കുട്ടി ക്ലാസ്സിലിരിക്കും. അതല്ല എങ്കിൽ ബഹളക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ആക്ടിവിറ്റീസോ എന്ത് ആക്ടിവിറ്റി ക്ലാസ്സിൽ കൊടുക്കുകയാണെങ്കിലും ആ കുട്ടിക്ക് നമ്മളൊരു പ്രത്യേക അറ്റൻഷൻ കൊടുത്താൽ മതി. നമ്മൾ ഇടയ്ക്കൊന്ന് അവൻ്റെ പേരൊന്ന് വിളിച്ച് ചെയ്യുന്നില്ലേ മോനെ എന്ന്, അല്ലെങ്കിൽ ചെയ്യുന്നില്ലേ മോളെ എന്നൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ എൻഗേജ്ഡ് ആവും. ഇത്തരം ആക്ടിവിറ്റീസ് അത് ഓരോ വ്യക്തിയും, അത് ഈ പ്രശ്നക്കാരായ കുട്ടികൾ എന്ന് പറഞ്ഞാലും ഓരോ പ്രശ്നക്കാരായ കുട്ടികൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനവും അതുപോലെ ആക്ടിവിറ്റീസും ആയിരിക്കണം നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കേണ്ടത്. നമ്മൾ TM പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടിയെ കൂടി മനസ്സിൽ കരുതിക്കൊണ്ടുള്ളൊരു TM ആയിരിക്കണം എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയാവുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു ആൻസർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഓൾറെഡി നമ്മളൊരു ടോപ്പിക്ക് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ചോദ്യം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് പൊതുമേഖലയിലുള്ള വിദ്യാലയങ്ങളെ ഒന്നുകൂടി ഉന്നതിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പഠന പ്രവർത്തനങ്ങൾ, അതുപോലെ ടീച്ചേഴ്സിന് അവരുടെ കാപ്പബിലിറ്റി കൂട്ടാനായിട്ട്, എബിലിറ്റീസ് കൂട്ടാനുള്ള അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ടും കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഒപ്പം തന്നെ വിദ്യാലയങ്ങളുടെ പുറത്തുള്ള, അതായത് ഉള്ളിലുള്ള കുട്ടികളും ടീച്ചേഴ്സും മാത്രം നന്നായാൽ പോരാ, ഒപ്പം ബിൽഡിങ്സ്, അതിനുള്ളൊരു പുനരുജ്ജീവനം, അതുകൂടി പുതിയ ബിൽഡിങ്സ്, പുതിയ ആശയങ്ങൾ, അതുപോലെ ICT പോലെയുള്ള മാർഗങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളെ മികച്ചതാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൺഡേ മോർണിംഗ് അസംബ്ലി നിങ്ങൾക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുക? തീർച്ചയായിട്ടും ഒരു അസംബ്ലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അസംബ്ലി ചാർജ് കിട്ടുകയാണെങ്കിൽ എല്ലാ കുട്ടികളെയും വരിയായിട്ട് നിർത്തുന്നത് മുതൽ ഒരാഴ്ച മുൻപ് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അന്ന് വായിക്കേണ്ട പത്ര വായനയ്ക്കുള്ള കുട്ടി, അതുപോലെ തന്നെ അസംബ്ലിയിൽ പ്ലഡ്ജ്, പ്രയർ, പിന്നെ അവസാനം ദേശീയ ഗാനം, അതുപോലെ ബാൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, മൺഡേസ് ആണെങ്കിൽ ചിലപ്പോൾ ബാൻഡ് സെറ്റ് യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ അന്ന് നൽകാനുള്ള തോട്ട് ഫോർ ദ ഡേ, പിന്നെ ഓരോ സ്കൂളിനെ സംബന്ധിച്ച് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അന്ന് നൽകുന്നത്. പ്രത്യേകിച്ച് അന്ന് ബർത്ത്ഡേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ സ്റ്റേജിൽ വിളിച്ച് അഭിനന്ദിക്കുക. അതിനെ പറ്റിയൊക്കെ ചാർജ് ലഭിച്ച ടീച്ചർ അന്വേഷിക്കുകയും അതിനാവശ്യമായ എല്ലാ പ്രിപ്പറേഷൻസും, കുട്ടികളെ തിരഞ്ഞെടുക്കലും ചെയ്യേണ്ടതും അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആ ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. ഇതെല്ലാം തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ആ ടീച്ചർ പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ് അസംബ്ലി, അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതെല്ലാം. തീർച്ചയായിട്ടും
വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ആവശ്യമായവ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നല്ലൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു. നന്ദി.